المدرسة الربانية كونوا ربانيين. الحمد لله رب العالمين، صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട രണ്ട് അസ്ലുകളാണ്. ഒന്ന്, മുസ്ലിം ഭരണാധികാരികളെ നന്മയുടെ കാര്യത്തിൽ അവരെ കേൾക്കലും അനുസരിക്കലും നിർബന്ധമാണ് എന്നതും, അവർ ഫാസിഖുകളാണെങ്കിൽ പോലും അവർക്കെതിരിൽ വിപ്ലവം നടത്തുന്നത് നിഷിദ്ധമാണ് എന്നതും അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ്. അതിനുള്ള തെളിവുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് ഇപ്രകാരം കാണാം. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ വരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്യുമ്പോൾ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാ വാക്യങ്ങളിൽ ഈ അസ്ല് കടന്നു വന്നിട്ടുണ്ട്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ബൈഅത്ത് ചെയ്ത് എന്തിന്റെ മേലാണ്? ബായഅനാഹു അലസ് സമഇ വത്വാഅ, ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നതിന്റെ മേൽ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്തു. ഫീ മൻഷതിനാ വമക്റഹിനാ, ഞങ്ങൾക്ക് എളുപ്പമുള്ള സന്ദർഭങ്ങളിലും പ്രയാസകരമായ സന്ദർഭങ്ങളിലും. വഉസ്രിനാ വയുസ്രിനാ, എളുപ്പത്തിലും കാഠിന്യമുള്ള സമയത്തും അതേപോലെ തന്നെ ക്ഷേമത്തിലും ക്ഷാമത്തിലും. വഅസറത്തിൻ അലീന, ഏതെങ്കിലും രീതികളിൽ ഭരണാധികാരികൾ അഴിമതി കാണിച്ചാലും പ്രജകൾക്ക് അല്ലെങ്കിൽ ഭരണീയർക്ക് ഒരേപോലെ എന്ത് ചെയ്യുന്നില്ല, വിഭവങ്ങൾ വീതിച്ചു നൽകുന്നില്ല, അതിലവർ കൃത്രിമത്വം കാണിക്കുന്നുണ്ട്. എന്നാലും ശരി, വഅല്ലാ നുനാസിഅൽ അംറ അഗ്ലഹു ഇല്ലാ അൻ തറൗ കുഫ്റൻ ബവാഹൻ, ഭരണാധികാരികളെ അവരുടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക, ചെയ്യാതിരിക്കണം, അവരുമായിട്ടുള്ള കരാറിനെ മുറിക്കാൻ പാടില്ല എന്നതിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാറിൽ ഏർപ്പെട്ടു, ബൈഅത്ത് ചെയ്തു. എപ്പോൾ മാത്രമല്ലാതെ ഇല്ലാ അൻ തറൗ കുഫ്റൻ ബവാഹൻ, പ്രകടമായ കുഫ്ർ നിങ്ങൾ കാണുമ്പോഴല്ലാതെ. മാത്രമല്ല ഇൻദകും ഫീഹി മിനല്ലാഹി ബുർഹാൻ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് വേണം. അവർ ചെയ്തിരിക്കുന്നത് കുഫ്റാണ് എന്നതിന്റെ മേൽ വ്യക്തമായ തെളിവ് വേണം. ഈ ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട 4 തെളിവുകളാണ്, 4 കാര്യങ്ങളാണ്, നിബന്ധനകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു മുസ്ലിം ഭരണാധികാരിക്കെതിരിൽ വിപ്ലവം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ അവരോടുള്ള ബൈഅത്ത് ലംഘിക്കണമെങ്കിൽ പ്രധാനമായും 4 നിബന്ധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് എന്താണ്? അൻ തറൗ എന്ന് പറഞ്ഞു. ഇല്ല അൻ തറൗ, നിങ്ങൾ കാണണം. കാണുക എന്നുള്ളതാണ്, കേൾക്കലല്ല. ആരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിലോ അല്ലെങ്കിൽ ചാനലുകളിലോ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും പറയുന്നു, അത് കേട്ടു എന്നുള്ളത് കൊണ്ടല്ല നിങ്ങൾ ഭരണകൂടങ്ങൾക്കെതിരിൽ തിരിയേണ്ടത്, നിങ്ങൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല എന്താണ് കാണേണ്ടത്? കുഫറാണ് കാണേണ്ടത്. അവർ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പാകത്തിനുള്ള കുഫർ അവരിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടത്. അവർ വ്യഭിചരിച്ചു എന്നുള്ളതിന്റെ പേരിലല്ല, അവർ മദ്യപിച്ചു എന്നുള്ളതിന്റെ പേരിലല്ല, അവർ പലിശ വാങ്ങി എന്നുള്ളതിന്റെ പേരിലല്ല, ഫിസ്ക് ചെയ്തു എന്നുള്ള കാര്യത്തിന്റെ പേരിലല്ല. അവരിൽ കുഫർ സംഭവിക്കണം, അവർ തെമ്മാടികളായി എന്നുള്ളതിന്റെ പേരിലല്ല. ആ കുഫർ എങ്ങനെയുള്ളതായിരിക്കണം? ബവാഹൻ, വളരെ പ്രകടമായിരിക്കണം. എന്തെങ്കിലും പഴുതുകൾ ഉള്ളതായ രീതിയിലുള്ള കുഫറല്ല, അഭിപ്രായ വ്യത്യാസമില്ലാതെ വളരെ പ്രകടമായ രീതിയിലുള്ള കുഫർ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രകടിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല അത് കുഫറാണ് എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് വേണം? വ്യക്തമായ തെളിവും നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വ്യക്തമായ തെളിവും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവരുമായിട്ടുള്ള ബൈഅത്ത് ലംഘിക്കാൻ നിങ്ങൾക്ക് പാടുള്ളൂ. മാത്രമല്ല അവിടെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട, അവർക്കെതിരിൽ തിരിയണമെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു നിബന്ധന കൂടി പറയുന്നുണ്ട്.
അവർക്കെതിരിൽ തിരിഞ്ഞാൽ അവരെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണം. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ അവർക്കെതിരിൽ യുദ്ധവുമായിട്ട് വിപ്ലവവുമായിട്ട് രംഗത്ത് വരുന്നു. അത് മുഖേന നിങ്ങൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫിത്തനയേക്കാൾ വലിയൊരു ഫിത്തനയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എങ്കിൽ അവർക്കെതിരിൽ പുറപ്പെടൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അത് മുസ്ലിമീങ്ങളെ കൊലക്ക് കൊടുക്കലാണ്. അത് ധാരാളം മക്കളെ, മുസ്ലിം മക്കളെ അനാഥകളാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഹിജ്റ ചെയ്ത് കുഫാറുകളുടെ നാടുകളിലേക്ക് പലായനം ചെയ്ത് നിന്ദരായി ജീവിക്കാൻ ഇടയാക്കി തീർക്കുന്ന വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ തകർക്കാൻ സാധിക്കുമെന്നുള്ള ശക്തി നിങ്ങൾക്ക് വേണം. ഇതില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് അവർക്കെതിരെ വിപ്ലവം നടത്തുന്നത്? മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ നന്മ വരുത്താൻ വേണ്ടിയിട്ടാണ്. നന്മ വരികയില്ല, അതിനേക്കാൾ വലിയ തിന്മയാണ് വരുന്നത് എങ്കിൽ അവിടെ അവർക്കെതിരെ വിപ്ലവം നടത്തുന്നതിൽ ഗുണമാണുള്ളത്. ഇസ്ലാമില് ജിഹാദ് ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റിഫാത്താണ്, അതിന്റെ ഉയർച്ചയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേപോലെ മുസ്ലിമീങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുന്നതിൽ നിന്ന്, അതേപോലെ ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിഹാദുകൾ എമ്പാടും നിങ്ങളെടുത്ത് പരിശോധിച്ചോ? എവിടെയും മുസ്ലിമീങ്ങളെ കൊലക്ക് കൊടുക്കുന്ന ജിഹാദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ടിട്ടില്ല. ബദർ യുദ്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി, മദീനയ്ക്ക് പുറത്തേക്ക് വന്നു. മദീനയിലുള്ള മുസ്ലിം സ്ത്രീകൾക്കും അതേപോലെ തന്നെ വൃദ്ധർക്കും അപകടം വരുത്തുന്ന രീതിയിലുള്ള യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ടിട്ടില്ല. ഉഹദ് മദീനയുടെ പുറത്തേക്ക് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖന്തഖ് സഖ്യകക്ഷികൾ ഒന്നടങ്കം മദീനയെ വന്ന് വളയാൻ സന്നദ്ധരായി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് തയ്യാറായില്ല. മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താൻ, അവരുടെ രക്തം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അഭിമാനം സംരക്ഷിക്കാൻ മദീനയ്ക്ക് ചുറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടങ്ങ് താത്തി. അങ്ങനെ വലിയൊരു കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ബൈഅത്തുർ റിദ്വാൻ ചെയ്തു സഹാബികൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയുധശേഷിയില്ലാത്ത, അംഗബലത്തിൽ കുറവുള്ള സഹാബികൾ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹുവിന്റെ വഹയി പ്രകാരം യുദ്ധത്തിന് നിന്നില്ല. കാരണം അത് അപകടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി. അവിടെ ഉടമ്പടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിന് കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങളെ കൊലക്ക് കൊടുക്കുന്ന, അപകടത്തിൽ കൊണ്ട് ചാടിക്കുന്ന യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ടിട്ടില്ല. ഈസ അലൈഹിസ്സലാം വന്ന് മസീഹുദ് ദജ്ജാലുമായി ഏറ്റുമുട്ടും, മസീഹുദ് ദജ്ജാലിനെ വധിക്കും. ശേഷം യഅജൂജ് മഅജൂജ് രംഗപ്രവേശനം ചെയ്യും. യഅജൂജ് മഅജൂജുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ വഹയി ലഭിക്കും. ഒരു മലമ്പ്രദേശത്തിലേക്ക് അവരുമായിട്ട് പോകാൻ ഈസ അലൈഹിസ്സലാമിന് വഹയി നൽകുമെന്നാണ്. കാരണം യഅജൂജ് മഅജൂജുകളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വലിയ നാശകരമാണ്, അപകടം പിടിച്ചതാണ്, മുസ്ലിമീങ്ങളുടെ രക്തത്തിന് വിലയുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ നിൽക്കില്ല. അപ്പോ ഇസ്ലാമിൽ ജിഹാദ് ചെയ്യുന്നത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, രാജ്യങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടല്ല, മുസ്ലിമീങ്ങളുടെ രക്തത്തിന് വിലയുള്ളതാണ്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള സാധ്യതകൾ ഉണ്ടാകണം, ശേഷി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവർക്ക് ഇതിൽ പുറപ്പെടുക എന്നുള്ളത് അനുവദനീയമായി തീരുകയുള്ളൂ. എന്നാൽ ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ ഇനിയും കാണാം. ഒരു സുൽത്താനിനെ, ഒരു ഭരണാധികാരിക്ക് ഏതെങ്കിലും തെറ്റ് കാണുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദ അൻ യൻസഹ ലദി സുൽത്താനി ഫി അംരി, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അധികാരമുള്ള അധികാരിക്ക് ഒരു നസീഹത്ത് നൽകാൻ, ഒരു ഉപദേശം നൽകാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലാ യുബ്ദിഹി അലാനിയ, പരസ്യമായി നീ അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല. പരസ്യമായി ഭരണാധികാരികളെ നസീഹത്ത് നിങ്ങൾ കൊടുക്കരുത്. അവരുടെ ന്യൂനതകൾ ജനങ്ങളുടെ ഇടയിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, ആരെങ്കിലും പറയുന്നതല്ല. ഈ ഉമ്മത്തിന്റെ മസ്ലഹത്ത് അറിയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ ഭരണാധികാരികൾക്ക് തെറ്റ് കാണുമ്പോഴാണല്ലോ ഉപദേശിക്കുന്നത്, അത് നിങ്ങൾ പരസ്യമായിട്ട് പറയാൻ പാടില്ല. വലാകിൻ ലിയഖുദ് ബിയദി, അവന്റെ കൈ പിടിക്കുക, ഫയഖ്ലു ബിഹി, ഒറ്റക്ക് മാറി നിൽക്കുക, ഫഇൻ ഖബില മിൻഹു ഫദാക്, സ്വീകരിച്ചാൽ നല്ലത്. ഇനി വഇല്ലാ ഖദ് കാന ഖദ് അദ്ദ അല്ലദി അലൈഹി ലൗ, സ്വീകരിച്ചില്ലെങ്കിൽ നിന്റെ ബാധ്യത നീ ചെയ്തിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വീണ്ടും കാണാം, ഉമർ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യാണ് സുവൈദ് ബിൻ അഫ്ല നൽകിയ
വസിയ്യത്താണ്. യാ അബാ ഉമയ്യ ലഅല്ലി ലാ അൽഖാക ബഅദ ആമി ഹാദാ, അടുത്ത വർഷം ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. ഫൈൻ ഉമ്മിറ അലൈക അബ്ദുൻ ഹബശിയുൻ, ഒരു എത്യോപ്യക്കാരനായ മൂക്ക് പറ്റിയിരിക്കുന്ന ഒരു അടിമ നിങ്ങളുടെ മേൽ ഭരണാധികാരിയായി വന്നാൽ ഫസ്മഅ വഅതിഅ, നിങ്ങൾ അവനെ കേട്ടുകൊള്ളണം, അനുസരിച്ചു കൊള്ളണം. വൈൻ ദറബക ഫസ്ബിർ, അവർ നിങ്ങൾ ഉപദ്രവിക്കുകയാണ്, അടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു കൊള്ളണം. വൈൻ ഹറുമക ഫസ്ബിർ, നിങ്ങളുടെ അവകാശങ്ങൾ അവർ തരുന്നില്ല, നിങ്ങൾക്ക് ലഭിക്കേണ്ട വിഭവങ്ങൾ തടഞ്ഞു വെക്കുകയാണ്, ക്ഷമ അവലംബിക്കണം. വൈൻ അറാദ അംറൻ യുൻകിസു ദീനക, നിങ്ങളുടെ ദീനെ തകർത്ത് കളയുന്ന രീതിയിൽ നിങ്ങളോട് എന്തെങ്കിലും ഉപദേശിച്ചാൽ നിങ്ങൾ കൊന്നുകളയോ അല്ലെങ്കിൽ എന്ത് ചെയ്തോളണം എന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞേക്കുക ദമി ദൂന ദീനി, അതെ രക്തം ചിന്തിക്കോട്ടെ, ഞാൻ മരിച്ചു കേട്ടെ, പക്ഷെ എന്തല്ല ദീനെ തൊട്ട് ഞങ്ങൾക്ക് തിന്മ കൽപ്പിച്ചാൽ എന്ത് ചെയ്യേണ്ടതില്ല, അതനുസരിക്കേണ്ടതില്ല. എന്നാൽ വലാ തുഫാരിഖിൽ ജമാഅ, എന്ത് ചെയ്യാൻ പാടില്ല, ആ ഇമാമുമായിട്ടുള്ള ബൈഅത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ലംഘിക്കാൻ പാടില്ല, അവരുമായിട്ട് വേർപെട്ടു പോകാൻ പാടില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയാണ്. സലഫുകൾ പറയുമായിരുന്നു, 60 സനതൻ മഅ ഇമാമിൻ ജാഇരിൻ, അക്രമിയായ ഒരു ഭരണാധികാരിക്ക് കീഴിൽ 60 വർഷം ജീവിക്കുക എന്നുള്ളത് ഖൈറും മിൻ ലൈലത്തിൻ ബിലാ ഇമാമിൻ, ഒരു ഭരണാധികാരി ഇല്ലാതെ ഒരു രാത്രി താമസിക്കുന്നതിനേക്കാൾ ഖൈർ 60 വർഷം ഈ അക്രമിയുടെ കീഴിൽ ജീവിക്കലാണ്. ഇത് മുല്ലപ്പൂ വിപ്ലവം കണ്ടപ്പോൾ പല നാടുകളിലും കണ്ടറിഞ്ഞതാണ്, അവിടെ ഉണ്ടായത് പ്രയാസങ്ങൾ മനസ്സിലാക്കിയതാണ്. ഉലമാക്കൾക്ക് ഫത്വകൾ വരാൻ തുടങ്ങി. വിപ്ലവം നടന്ന പല രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രാത്രിയിൽ ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണോ, പുരുഷന്മാർക്ക് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്, ഞങ്ങൾക്ക് രാത്രിയിൽ പള്ളിയിൽ പോയി നമസ്കരിക്കൽ നിർബന്ധമാണോ, കാരണം ഞങ്ങൾ വീട് വിട്ടിറങ്ങിയാൽ ഞങ്ങളുടെ ഭാര്യമാർ മക്കൾ സുരക്ഷിതരല്ല, കൊള്ളക്കാർ വന്ന് കയറുകയാണ്, അക്രമികൾ ഞങ്ങളുടെ വീടുകൾ കുത്തി തുറക്കുകയാണ്, ഞങ്ങൾക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന നിർബന്ധമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫത്വകൾ വരാൻ തുടങ്ങി പല നാടുകളിൽ നിന്നും. അപ്പോ ഇമാമില്ലാത്ത ഭരണാധികാരി ഇല്ലാത്ത നാട് അരാജകത്വമാണ്, അവിടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാമുൻ ഗശൂമുൻ, അക്രമകാരിയായ ഒരു ഭരണാധികാരി ഖൈറും മിൻ ഫിത്നത്തിൻ തദൂം, നിത്യമായി ഉണ്ടാകുന്ന ഫിത്നയേക്കാൾ ഖൈർ അത് തന്നെയാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്, ഏകോപിച്ച അഭിപ്രായമാണ്. ഭരണാധികാരിക്ക് കീഴിൽ മുസ്ലിം ഭരണാധികാരി അവൻ എത്ര അക്രമിയാണെങ്കിലും അവനെതിരിൽ വിപ്ലവം നടത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നുള്ളതിൽ ഏകോപിച്ച അഭിപ്രായമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ നിലപാടെന്താണ് നമ്മൾ പറയേണ്ടതില്ല, തെളിവുകൾ പറയേണ്ടതില്ല. ആ രീതിയിൽ എന്താണ് വളരെ വ്യാപകമായി അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുഹമ്മദ് മഹദി ആകിഫ് മുർഷിദുൽ ആമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇന്ന ദൗറൽ ഇഖ്വാനിൽ മുസ്ലിമീൻ, ഇഖ്വാനുൽ മുസ്ലിമീന്റെ പങ്കാളിത്തം ഹുവ ഇസാറത്തു വഅയിൽ മുവാത്തിനീൻ, നാട്ടിലുള്ള ആളുകളുടെ അവിടെ ഇളക്കി വിടുക എന്നുള്ളതാണ്. അവരെ എന്ത് ചെയ്യുക, ഇളക്കി വിടാൻ വേണ്ടിയിട്ട് ഉള്ള പണിയെടുക്കലാണ്. ഹുക്കാം, ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവം നടത്താൻ വേണ്ടിയിട്ട് നാട്ടുകാർ ഇളക്കി വിടാൻ വേണ്ടി വിടുക എന്നുള്ളതാണ് ഇഖ്വാനുൽ മുസ്ലിമീന്റെ ദൗർ, അവരുടെ പങ്കാളിത്തം എന്നതാണ് ഇവരുടെ മുർഷിദുൽ ആം പറയുകയാണ്. ഇത് ധാരാളം ഇവരുടെ ഓരോ നേതാക്കന്മാരുടെയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ എന്താണ് വളരെ പ്രസിദ്ധമാണ് ഭരണാധികാരികൾക്കെതിരിൽ അവരുടെ നിലപാടുകൾ എന്താണ്, അവർ ഏത് രീതിയിലാണ് അവരോട് ഇടപെടുന്നത്. അപ്പോൾ അഹ്ലുസുന്നയുടെ ഈ രണ്ട് ഉസൂലുകൾക്കും എതിരിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇബാദത്ത് എന്നുള്ളത് എന്താണ്? ഇബാദത്ത് ചെറിയ കുട്ടികളെ വിളിച്ചു ചോദിച്ചാൽ പറയും, നമസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സകാത്ത് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, ദുആ ഇബാദത്താണ്, ഇതെല്ലാം ഇബാദത്താണ്. ഇതിന് വലിയ സ്ഥാനം ഇസ്ലാം നൽകുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഫുഖഹാക്കൾ അവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നതിന് ഒരു തർത്തീബുണ്ട്. ആദ്യം അവർ ഇബാദത്തുകളാണ് കൊണ്ടുവരിക. ഇബാദത്തുകൾ, നമസ്കാരം, ആദ്യം നമസ്കാരത്തിന് ശുദ്ധിയെ കുറിച്ച് സംസാരിക്കും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശുറൂത്തുകൾ, നമസ്കാരം, അത് കഴിഞ്ഞാൽ പിന്നെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ചില ഫുഖഹാക്കൾ ജിഹാദ് അതിനുശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം ഉലമാക്കളും ശേഷം കൊണ്ടുവന്നത് എന്താണ്? മുആമലാത്തുകളാണ് കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം അവന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിർവഹിക്കേണ്ടതാണ്
ഇബാദാത്തുകളാണ്. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമാണ്. അതുകൊണ്ട് അവനാണ് അതിനെക്കുറിച്ചാണ് അവൻ ആദ്യമായിട്ട് അറിയേണ്ടത്. അതുകൊണ്ട് ഫുഖഹാക്കൾ എന്ത് ചെയ്തു? ആദ്യം ഇബാദാത്തുകളെ കൊണ്ടുവന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ജീവിതം ശരിയാക്കി തീർക്കുക എന്നുള്ളതാണ്. മുആമലാത്തുകളാണ്. കച്ചവടം ചെയ്യുക, പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കുക, പണയം വെക്കുക, ഇതുപോലുള്ള മുആമലാത്തുകളുമായി ബന്ധപ്പെട്ട വക്കാലത്ത് നിൽക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ശേഷം കൊണ്ടുവരുന്നത് മുനാക്കഹാത്താണ്, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം. അതിനുശേഷം ഫുഖഹാക്കൾ കൊണ്ടുവരുന്നത് ജിനായാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതേപോലെ തന്നെ ഹുദൂദുകൾ. അതിനുശേഷമാണ് ഷാഫിഈ ഉലമാക്കളെല്ലാം ജിഹാദിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനൊരു തർത്തീബുണ്ട്. ഇബാദത്ത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇബാദത്തുകൾ ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അള്ളാഹുവിനുള്ള ഇബാദത്ത് ശരിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു സുന്ദരമായ ശരീഅത്ത് അള്ളാഹു ചെയ്തു നൽകിയിട്ടുണ്ട്. ഈ മുആമലാത്തുകളും ഇതെല്ലാം പഠിപ്പിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായ രീതിയിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് മറ്റുള്ള നിയമങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട അകക്കാമ്പ്, അതിന്റെ മഖ്സൂദ് അതാണ്. എന്നാൽ ഈ ഒരു ലക്ഷ്യത്തെ നേരെ തകിടം മറിച്ചിരിക്കുകയാണ് ഈ പറയുന്ന വിഭാഗം. അബുൽ അല മൗദൂദി പറയുന്നത് കാണുക, ഇന്ന സ്വലാത്ത വസ്സകാത്ത വൽ ഹജ്ജ കുല്ലഹാ ലിത്തർബിയ. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇതെല്ലാം തന്നെ കേവലം ഒരു തർബിയത്താണ്, പരിശീലനമാണ്. കമാ അന്ന ദുവലൽ ആലമി തഖൂമു അവ്വലൻ ബിതർബിയത്തി ശുഊബിഹാ ലിൽജയ്ഷി. ലോകരാജ്യങ്ങൾ അവരുടെ ജനത എന്ത് ചെയ്യും? സൈന്യത്തിലേക്ക് പരിശീലിപ്പിക്കുന്നത് പോലെ. വൽ അമാലി മദ്നിയ, അതുപോലെ അവരുടെ സിവിൽ ജോലികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്നത് പോലെ. സുമ്മ തസ്തഖ്ദിമുഹും ഫീഹാ, എന്നിട്ട് അവർ ആ ജോലിയിൽ എന്ത് ചെയ്യുന്നു? അവരുടെ സേവനം ചെയ്യിപ്പിക്കും. കദാലിക ദീനുൽ ഇസ്ലാമി യുറബ്ബി ബിത്വരീഖത്തിൻ ഖാസ. അതുപോലെ ഇസ്ലാം എന്ത് ചെയ്യാണ്? പ്രത്യേക രീതിയിൽ തർബിയത്ത് കൊടുക്കുകയാണ്. മയ്യദ്ഖുലു ഫി, അതിൽ പ്രവേശിച്ച ആളുകൾ, വയതജന്നദു ലിഖിദ്മതിഹി ثم يستخدمه للجهاد والحكومة الإلهية. അപ്പോ ലക്ഷ്യം എന്താണ്? ജിഹാദും ഹുക്കൂമത്തുൽ ഇലാഹിയുമാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഉള്ള വസീലയാണെന്ത്? നമസ്കാരവും നോമ്പും സക്കാത്തും പോലുള്ള ഇബാദത്തുകൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുക? നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞു, അഹ്ലു സുന്നയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും അതിന്റെ സ്വഹാബികളും സലഫു സ്വാലിഹീങ്ങളും അങ്ങനെ മനസ്സിലാക്കിയതാണ്. എന്തിനടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ പറയുക? ജിഹാദ് ചെയ്യുക എന്നുള്ളതും ഭരണം സ്ഥാപിക്കുക എന്നുള്ളതുമാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള വസീലകൾ മാത്രമാണെന്ത്? നമസ്കാരവും നോമ്പും സക്കാത്ത് എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഏത് സലഫുകളിൽ നിന്നാണ് ഇവരിത് പഠിച്ചത്? ഏത് ഖുർആനും സുന്നത്തും സഹാബിയുമാണ് ഇവരെ പഠിപ്പിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. നാളെ ഖിയാമത്ത് നാളിൽ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മമാണെന്ത്? നമസ്കാരം. അതുപോലെ ധാരാളം ഇബാദത്തുകൾ. ഇതിന് ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. ഖുർആൻ സുന്നത്തും പഠിപ്പിച്ച വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ അതിലുണ്ട്. പക്ഷെ ഈ ഇവര് പറഞ്ഞിരിക്കുന്ന ലക്ഷ്യം ആരാണ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്? അപ്പൊ ഖുർആനും സുന്നത്തിനും ഒരുതരം കളിയാണ്. അതിനെ സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? വ്യാഖ്യാനിക്കുകയും കളി. എന്നിട്ട് പറയുകയാണ്, അയ്യുഹൽ ഇഖ്വ ലഅല്ലകും ഖദ് ഫഹിംതും ജയ്യിദൻ അൽ ഗർള അല്ലദീ ലിഅജ്ലിഹി ശുരിഅത്തിസ് സ്വലാത്തു വസ്സിയാമു വൽ ഹജ്ജു വസ്സക്കാ. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലുള്ളത് നിയമമാക്കപ്പെട്ടതിന്റെ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ലഖദ് കുന്തും തഫ്ഹമൂന ഇലൽ ആൻ, ലഖദ് കുന്തും തഫ്ഹമൂന, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. വഅഫ്ഹമൂകും ഹാദൽ ഫഹ്മൽ ഖാതി, എന്നാൽ അവർ നിങ്ങളെ തെറ്റായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. അന്നൽ ഇബാദാതി ഹിയ നൗഉൻ മിനൽ അഷ്യാഇ തഅബ്ബുദിയ. ഈ പറയുന്ന ഇബാദത്തുകളെല്ലാം വെറുതെ ഒരു ഇബാദത്ത് എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ, അതാണ് അതിന്റെ ലക്ഷ്യം എന്നാണ് അവർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതായത് നമസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം അള്ളാഹുവിന് അർപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു ഇബാദത്താണ്. അത് അള്ളാഹു ലക്ഷ്യം വെക്കുന്ന ഒരു ഇബാദത്ത് തന്നെയാണ് എന്ന് നിങ്ങൾ പറയരുത് എന്നാണ് പറയുന്നത്. പിന്നെയോ വലം യുഖ്ബിറൂകും അന്നഹാ ലിൽ ഇഅദാദി ലിൽ ഖിദ്മത്തിൽ കുബർ, വലിയ ഒരു സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനാണെന്ത് ഈ പറയുന്ന നമസ്കാരവും നോമ്പും സക്കാത്തുമെല്ലാം എന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരൂല. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിക്കോ എന്ന് പറയുകയാണ്. അപ്പോ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഇബാദത്തുകളെ അത് കേവലം എന്തിരിക്കുന്നു? വില കുറച്ച് കാണുകയും അത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്
ഫുഖഹാക്കളെല്ലാം ഏറ്റവും അവസാനം പഠിപ്പിച്ചിരിക്കുന്ന ഈ ഇബാദാത്തുകൾ ശരിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ട് വസീലയാക്കിയിരിക്കുന്ന ഈ കാര്യങ്ങളെ ലക്ഷ്യമാക്കി വെക്കുക, അതിന്റെ ചെയ്യുക. അതിലേക്കുള്ള വസീലയാണ് ഈ ഇബാദാത്തുകൾ എന്ന് ജനങ്ങൾ പഠിപ്പിക്കുക. അതേപോലെ തന്നെ ഇവരുടെ മുഖാലഫത്തുകൾ ശരീഅത്തിനോട് ധാരാളമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീ സമൂഹത്തെ എങ്ങനെയാണ് ഇസ്ലാം സംരക്ഷിച്ചിരുന്നത്? അവരെ വളരെ സുരക്ഷിതമായി അവരുമായിട്ടുള്ള ഇടപാടുകൾ ഖുർആനും സുന്നത്തും വളരെ സുശക്തമായി പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കണമെന്നുള്ളതിന്. അവരെ രംഗത്തിറക്കുകയും അവരെ ഭരണാധികാരികളാക്കാം എന്നും അവരെ ഏത് വിധേനയും അന്യ പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നതിന് യാതൊരുവിധ അതിർവരമ്പുകളുമില്ലാതെ. ഇപ്പോൾ അടുത്ത് ഒരു കുറിപ്പ് വായിക്കാനിടയായി. കേരളത്തിൽ പഴയ കാലത്ത് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ, അദ്ദേഹം ഇവരുടെ ചില ചാനലുകളിലുള്ള മ്യൂസിക്കും പാട്ടും നൃത്തങ്ങളും എല്ലാം ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അതിനെതിർക്കുമ്പോൾ അവർ ന്യായം പറയും. എന്താണ് അത്? കേവലം മീഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ്, നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അങ്ങനെ അവർക്ക് മെജോറിറ്റി ഉള്ള ഒരു മഹല്ല് കുറ്റ്യാടിയിൽ, അവർ ഭരിക്കുന്ന ഒരു മഹല്ല്, ആ മഹല്ലിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഈ പറയുന്ന തോന്നിവാസങ്ങളെല്ലാം അവിടെ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഈ ഇതിനുള്ള മാനദണ്ഡം? അപ്പോൾ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു മഹല്ല്, അതിന്റെ അധികാരം അവർക്ക് കൈവന്നിട്ട് അവിടെ ഇസ്ലാമികമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു പ്രോഗ്രാം അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല. എന്നിട്ടാണ് ഒരു രാജ്യം അവർക്ക് ശരീഅത്തിൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോൾ ആദ്യം തൗഹീദ് പഠിക്കുക, എന്നിട്ട് അഖ്ലാഖ് പഠിക്കുക. എങ്ങനെയാണ് സലഫു സ്വാലിഹീങ്ങൾ എന്ത് ചെയ്യുക? തൗഹീദിനെ മനസ്സിലാക്കിയത്, കർമ്മങ്ങൾ മനസ്സിലാക്കിയത്, സ്വഭാവങ്ങൾ എങ്ങനെ സംസ്കരിക്കും, ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ഇതില്ലാതെ എന്ത് ചെയ്യും? വെറുതെ വിപ്ലവം പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ രീതി. അപ്പോൾ ഈ വിഷയത്തിൽ ധാരാളം പ്രശ്നങ്ങൾ. അതിൽ ഒരു കാര്യമാണ് എന്ത്? ഇവർ പറയുന്നു സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? അധികാരം കൊടുക്കാം, അവരെ ഏത് രംഗത്തും എന്ത് ചെയ്യാം. അതിന്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാണുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അർ-റിജാലു ഖവ്വാമുന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളെക്കാൾ പ്രബലരാണ്, ശക്തരാണ് എന്നാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണാം, ഐ അർ-റജുലു ഖയ്യിമുൻ അലൽ മർഅ, സ്ത്രീകളുടെ മേൽ അവർ എന്താണ്? ശക്തരാണ്. ഐ ഹുവ റഈസുഹ, അവനാണ് അവളുടെ നേതാവ്. കബീറുഹ വൽ ഹാകിമു അലൈഹ, അവർ മുതിർന്നയാള്, അവരുടെ മേൽ ഭരണം നടത്തേണ്ടവൻ. മുഅദ്ദിബുഹ ഇദാ ഇഅവജത്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ നേരെ അതബോധിപ്പിക്കേണ്ടത് പുരുഷനാണ്. വലിരിജാലി അലൈഹിന്ന ദറജ, അവരുടെ മേൽ പുരുഷന്മാർക്ക് ഒരു ദറജ കൂടുതലുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. ഇമാം ബഗവി റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇത്തഫഖൂ അലൽ മർഅതി ലാ തസ്ലുഹു അൻ തകൂന ഇമാമൻ വലാ ഖാദിയ, ഒരു സ്ത്രീ ഇമാമോ ഖാദിയോ ആകാൻ പറ്റുകയില്ല എന്നുള്ളത് അഹ്ലുസുന്ന ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. അത് വ്യത്യാസമില്ലാത്ത കാര്യമാണ്, ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. ഖർളാവി പറയുകയാണ്, ലാ അറാ മാനിഅൻ മിൻ അൻ തതവല്ലൽ മർഅ അൽ ഖദാ, സ്ത്രീകൾ ഖളാ ഏറ്റെടുക്കുന്നതിന് ഒരു തടസ്സവും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ബികുല്ലി ഫുറൂഇ, അതിന്റെ ഏത് ഇനങ്ങളും, ജിനാഇയ്യൻ കാന ഔ മദനിയ, അത് ക്രിമിനൽ സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഖളാ ആകട്ടെ ഏതുമാകട്ടെ അവർക്ക് ഏറ്റെടുക്കാം, ഒരു കുഴപ്പമില്ല. വലൈസ ഹാദ, പക്ഷെ ഒരു നിബന്ധന പറയുന്നുണ്ട്. എന്താണ്? ഇതെല്ലാ സ്ത്രീകൾക്കും പറ്റുകയില്ല. വയസ്സെല്ലാം മുതിർന്ന്, അതുപോലെ അവരുടെ ഗർഭമെല്ലാം അവസാനിപ്പിച്ച്, പ്രസവമെല്ലാം അവസാനിപ്പിച്ച്, അങ്ങനെ ബിഹൈസു തകൂനു ഖാദിറതൻ അലാ അൻ തുമാരിസൽ ഖളാ, ഖളാഇനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിവുള്ള ആളായി മാറിക്കഴിഞ്ഞാൽ, വഅൻ തകൂന ഉദ്വൻ ഫീ മജ്ലിസ് ശബ്, അങ്ങനെ എന്ത് ചെയ്യാം? ഏതെങ്കിലും പ്രതിനിധി സഭകളിലോ, അതുപോലെ വസീറത്തൻ വറഈസത്തൻ മജ്ലിസുൽ ഉസ്റ, പ്രധാനമന്ത്രി വരെയാകുന്നത് എന്തില്ല, കുഴപ്പമില്ല എന്നാണ് ആര് പറയുന്നത്? ഖറളാവി ഈ വിഷയത്തിൽ പറയുന്നത്. ഇത് ഇസ്ലാമിക നിയമങ്ങൾക്ക് പച്ചയാലംഘനമാണ്. എങ്ങനെയാണ് സ്ത്രീകൾ ഇസ്ലാം സംരക്ഷിച്ചിരുന്നത് അത് പഠിക്കൽ അനിവാര്യമാണ്, പ്രത്യേകിച്ചും ഈ കാലത്ത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്, പക്ഷെ അതിന്റെ പ്രാധാന്യം പലരും ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, പലപ്പോഴും ഇവർ തെളിവ് പറയുന്നത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ജിഹാദ് ചെയ്തു എന്നാണ് തെളിവ് പറയുന്നത്. സ്വഹാബികൾ ഈ വിഷയത്തിൽ പാലിച്ച മര്യാദ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാദവുമായി ബന്ധപ്പെട്ട, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ വന്നിരിക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട ദീർഘമായ ഹദീസാണ്. നബി സഹാബത്ത് ഒരു യാത്രയിലാണ്, യാത്രാവേളയിൽ എന്ത് ചെയ്തു? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആവശ്യ പൂർത്തീകരണത്തിന് കുറച്ച് ദൂരേക്ക് മാറി കഴിഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്തു? യാത്രാ സംഘം നീങ്ങിയിട്ടുണ്ട്.
ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. ഉറങ്ങിയ സമയത്ത് പിന്നിൽ യാത്രാ സംഘത്തിന്റെ പിന്നിൽ ഒരാൾ നിയമിക്കും. അന്ന് സഫ്വാൻ ബിൻ മുഅത്തലാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നയാള്. അദ്ദേഹം നോക്കുമ്പോൾ എന്താണ്, ഒരു മനുഷ്യന്റെ രൂപം അവിടെ കാണുന്നുണ്ട്. ഫറഅ സവാദ ഇൻസാനിൻ നായിമിൻ, മനുഷ്യരൂപം കടന്നുറങ്ങുന്ന പോലെ കാണുന്നുണ്ട്. ഫഅതാനി, അപ്പം എന്ത് ചെയ്തു, എന്റെ അടുക്കലേക്ക് വന്നു. ഫഅറഫനി ഹീന റആനി, എന്നെ കണ്ടപ്പോൾ തന്നെ എന്നെ മനസ്സിലായി. ആയിഷ റളിയല്ലാഹു പറയാണ്, എന്നെ കണ്ടപ്പോൾ തന്നെ സഫ്വാൻ എന്നെ മനസ്സിലായി. വകാന റആനി ഖബല ഹിജാബ്, മനസ്സിലാവാൻ കാരണം എന്താ, ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പേ സഫ്വാൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹിജാബിന്റെ ആയത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്തില്ല, സഫ്വാൻ എന്നെ കാണാനുള്ള മാർഗമില്ല. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ വൃക്ഷച്ചുവട്ടിൽ കിടക്കുമ്പോൾ മുഖത്തുള്ള മൂടുപടം മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നെ കണ്ടത്. കണ്ടപ്പോൾ എന്ത് ചെയ്തു, എന്നെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോ എന്നെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കാരണം എന്താ, ഹിജാബിന്റെ ആയത്തിന് മുമ്പേ എന്നെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു പറയാണ്, ഫസ്തൈഖൽതു ബിസ്തിർജാഇ ഹീന അറഫനി, എന്നെ മനസ്സിലായപ്പോൾ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു സഫ്വാൻ. അപ്പൊ തന്നെ ഫസ്തൈഖൽതു, ഞാൻ എന്ത് ചെയ്തു, ചാടി എഴുന്നേറ്റു. ഫഹമ്മർതു വജ്ഹി ബിജിൽബാബി, ഉടനെ തന്നെ ജിൽബാബ് കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചു കളഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ. ഹിജാബിന് തെളിവ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. വളരെ സുവ്യക്തമായ ഹദീസാണ്. ഹിജാബിന്റെ ആയത്തിന് മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനാൽ കണ്ടു തിരിച്ചറിഞ്ഞു. അന്യപുരുഷനാണെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞാൻ ചെയ്ത പണി എന്താ, ജിൽബാബ് കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചു കളഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു പറയാണ്, വവല്ലാഹി മാ കല്ലമനി കലിമതൻ, അല്ലാഹുവാണ് സത്യം, അദ്ദേഹം എന്നോട് ഒരൊറ്റ വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. മരുഭൂമിയിലാണ്, ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവിടെ കിടക്കുകയാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. വലാ സമിഅതു മിൻഹു കലിമതൻ ഗൈറ ഇസ്തിർജാഇ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം പറഞ്ഞതല്ലാതെ ഒരു കലിമത്ത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുമില്ല. ഹത്താ അനാഖ റാഹിലത, അദ്ദേഹത്തിന്റെ കുതിര എന്ത് ചെയ്തു, താഴ്ത്തി കൊടുത്തു. ഫവത്അ അലാ യദൈഹ ഫറകിബ്തുഹ, എന്നിട്ട് അതിന്റെ കാലിൽ ചവിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ മേലെ കയറി. ഫംദലഖ യഖൂദു ബിഹി അർറാഹില, എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തിന്റെ താഴെ നിന്ന് നയിച്ചുകൊണ്ട് എന്ത് ചെയ്തു, മദീനയിലേക്ക് പോയി. സഹാബികൾ സ്വീകരിച്ച മര്യാദയാണ് ഈ മര്യാദ. ചില സലഫുകൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു സ്ത്രീയുമായി സംസാരിക്കേണ്ടി വന്നാൽ അവരുടെ ഭർത്താവുമായിട്ട് ഞാൻ അനുമതി ചോദിക്കുമായിരുന്നു. നിങ്ങളുടെ ഭാര്യയോട് എന്റെ കാര്യം സംസാരിക്കാറുണ്ട്, എനിക്ക് അനുമതി തരുമെന്ന് ചോദിക്കുമായിരുന്നു. ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന മര്യാദകൾ ഇന്ന് എവിടെ പോയി? അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഇതിന് കാറ്റിൽ പറത്തപ്പെട്ടു. തോന്നിയവാസം പോലെ ദീനിന്റെ പേരിൽ ഇതെല്ലാം നടപ്പിലാക്കുകയാണ്. ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നു. എന്നിട്ട് സകല തോന്നിയവാസങ്ങളും ഇതെല്ലാം അനുഭവിക്കുന്ന, അതിൽ തന്നെയുള്ള വേദന കൊണ്ട് പുളയുന്ന ധാരാളം ആളുകൾ നമുക്കറിയാം. അപ്പൊ ഇത് നസീഹത്തിന്റെ ഭാഗമായിട്ട് പറയുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഹ്ലുൽ ഹഖ് ഒന്നേ ഉള്ളൂ, സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ ഒന്നേ ഉള്ളൂ. അത് ഖുർആനും സുന്നത്തും സലഫുകളുടെ മൻഹജും അനുസരിച്ചുകൊണ്ട്, അവരുടെ ഫഹ്ം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ വിഷയത്തിൽ ഇവർക്ക് വലിയ അബദ്ധം ചെയ്തിട്ടുണ്ട്, പിണഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ സംഗീതത്തിന്റെ കാര്യത്തിൽ, നൃത്തത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ സുന്നത്തുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളിൽ അവർക്ക് എന്താണ്, പുച്ഛമാണ്. ഇസ്ലാമിൽ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, സ്വഹീഹായ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തെ പരിഹസിക്കുക എന്നുള്ളത്, ഈ ചിന്താഗതിയുള്ള ഒരു കേരളത്തിലെ മുതിർന്ന ഒരു നേതാവ് ഒരിക്കൽ പറയുകയാണ്, സ്ത്രീകൾ മുഖമക്കന ഹിജാബ് ധരിക്കുന്നത് വൃത്തിഹീനമായ വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ ചാനലുകളിലും മറ്റുമെല്ലാം പറയുന്നുണ്ട്. എത്ര പരിഹാസമായിട്ടാണ് ഇസ്ലാമിൽ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ രണ്ടഭിപ്രായമേ ഉള്ളൂ. ഒരഭിപ്രായം എന്താണ്, അത് സുന്നത്താണ്. വേറൊരു അഭിപ്രായം അത് വാജിബാണ്, നിർബന്ധമാണ്. അത് സുന്നത്താണെന്ന് പറഞ്ഞ ഉലമാക്കളും പറയുന്നുണ്ട്. ഒരു സ്ത്രീ ഫിത്നയെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അന്യപുരുഷന്മാരുടെ അടുക്കൽ പോയാൽ എന്താണ്, അത് വാജിബാണ്. എന്ന് സുന്നത്താണെന്ന് പറയുന്ന ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അന്യപുരുഷന്മാരുടെ അടുക്കൽ അവരും എന്ത് ചെയ്തിരിക്കണം, ഫിത്ന ഭയപ്പെടുന്നുണ്ട് എങ്കിലും മുഖം മറയ്ക്കൽ നിർബന്ധം. എന്താണ് ഫിത്ന ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ? ഫിത്ന ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു അന്യപുരുഷൻ എന്റെ സൗന്ദര്യം കണ്ടിട്ട് അവൻ ആസ്വദിക്കും എന്ന് ഭയപ്പെടുന്നു. എന്ന് ഭയപ്പെട്ടു കഴിഞ്ഞാൽ അത് ഫിത്നയാണ്. ആ ഫിത്ന ഭയപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് നിർബന്ധമാണ് എന്ന്
മൂടുപടം നിഖാബ് സുന്നത്താണെന്ന് പറഞ്ഞ ഉലമാക്കൾക്കും ആ അഭിപ്രായമുണ്ട്. അപ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് അത് ഇസ്ലാമികമല്ലെന്നും അത് മറ്റൊരു ഈ ചിന്താഗതിയിൽ ആകൃഷ്ടരായ ഒരു വിഭാഗത്തിന്റെ ഒരു മാഗസിനിൽ അടുത്തു വന്നിരിക്കുന്ന ഒരു ലേഖനമാണ് ഹിജാബ് സുരക്ഷയല്ല അരക്ഷയാണ് എന്നാണ് അവരുടെ ടൈറ്റിൽ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഈ സ്വാധീനം പല സമൂഹത്തിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. സലഫികളാണെന്ന് പറയുന്ന ആളുകളിൽ വരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വളരെ പ്രസക്തമായിട്ടുള്ളത്. അതുപോലെ സുന്നത്തുമായി ബന്ധപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധമായ സുന്നത്തുകൾ തന്നെ താടി ഒടിക്കുക എന്നുള്ളത്, താടി നീട്ടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്ന കാര്യമാണ് താടി ഒടിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയാണ് ഒരു മനുഷ്യനോട്, നീ താടി വെക്കണം എന്ന് പറഞ്ഞാൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? ഇവർ പറയുന്നത് അത് കാലം 1400 വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചിരിക്കുന്ന ഇസ്ലാം സമഗ്രമല്ല എന്നല്ലേ ഇവർ പറയുന്നത്. ഈ കാലത്തിന് ചേർന്നതല്ല, അത് ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു മതമായിരുന്നു. ഇന്ന് ഈ കാലത്ത് അത് ചേരുകയില്ല, സമഗ്രമല്ല. ഇസ്ലാം സമഗ്രമായ മതം തന്നെയാണ്. അത് ഇബാദാത്തുകളിലും ചിട്ടയുണ്ട്, അതിന് സ്വഭാവ സംസ്കരണത്തിനും കുടുംബജീവിതത്തിലും സാമ്പത്തിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലെല്ലാം എന്തുണ്ട്, അതിൻ്റെതായ ചിട്ടയുണ്ട്, സമഗ്രം തന്നെയാണത്. അത് നമ്മുടെ യുക്തിക്ക് തോന്നുന്നതെല്ലാം സ്വീകരിക്കുക, അതല്ലാത്തതെല്ലാം തള്ളിക്കളയുക, അതല്ല ഇസ്ലാമിന്റെ സമഗ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഷിയകളുമായിട്ടുള്ള അവരുടെ ബന്ധം അത് സുദൃഢമാണ്. അതേക്കുറിച്ച് ഇൻഷാ അല്ലാഹ് സംസാരത്തിന് ശേഷം അദ്ശീർ ഉസ്താദ് എന്ത് ചെയ്യും, സംസാരിക്കും. ഇവരുടെ നേതാവ് ഖാലിദ് അൽ മുഷ്അൽ പറഞ്ഞത് ഹുവൽ അബുർ റൂഹി ദഅവതിനാ, ഖുമൈനിയുടെ ഖബർ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞാണ്, ഞങ്ങളുടെ ദഅവത്തിന്റെ ആത്മീയാചാര്യനാണ്, പിതാവാണ് എന്നാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ വ്യഭിചാരിയാണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു കാഫിറാക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ വാക്യമാണ്, ഞങ്ങളുടെ ദഅവത്തിന്റെ റൂഹാണ്, അല്ലെങ്കിൽ ആത്മീയാചാര്യാണ്, പിതാവാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങി ധാരാളം വ്യതിചലനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് അദ്ശീർ ഉസ്താദ് തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി ഹക്കായി മനസ്സിലാക്കി അതിൽ സ്വീകരിക്കാനും ബാത്തുലാണെന്ന് മനസ്സിലാക്കി അതിൽ വർജിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. ഇത് വളരെ നസീഹത്തോടെ, ചിലപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സത്യമാണെന്ന് മനസ്സിലാക്കുകയും വളരെ ഇഖ്ലാസോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഹ്ലുൽ ഹഖ് ഒന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുവ്യക്തമായി പഠിപ്പിച്ചതാണ്. അത് ഖുർആനും സുന്നത്തും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ പാത മാത്രമേ അഹ്ലുൽ ഹഖായിട്ടുള്ളൂ. അതിനെ പിന്തുടരാനും പഠിക്കാനും അത് മനസ്സിലാക്കാനും മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നാം ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.